ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, സവോള 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കണം. നമ്മുടെ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചൊക്കെ നമ്മുടെ സവോളയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചൊക്കെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കരിമസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ബീഫെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ ബീഫെല്ലാം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.